ഞാൻ ആഗ്രഹിക്കുന്നത് തുടർഭരണമാണ്. മൂന്നാമതൊരു ടൈം കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഇനിയും ഒരു വലിയ പ്രോസസ്സായി, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി തുടർന്നു പോകേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ഈ പറയുന്ന ജൻസികളുടെ ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ശരി, എനിക്ക് അഭിമന്യുവിനോട് ചോദിക്കാനുള്ളത്, എന്ത് നോക്കിയാണ് അഭിമന്യു വോട്ട് ചെയ്യുക? പാർട്ടി നോക്കിയാണോ, വ്യക്തി നോക്കിയാണോ, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നോക്കിയാണോ? തീർച്ചയായും രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, നിലപാട് പറയുന്ന പാർട്ടിക്ക് തന്നെ ആയിരിക്കും എപ്പോഴും ഞാൻ വോട്ട് ചെയ്യുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾക്കും അതുപോലെ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്നവർക്കും മാനവികത ഉയർത്തിപ്പിടിക്കുന്നവർക്കുമാണ് ജൻസി വോട്ട് ചെയ്യുക. അത് തന്നെയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അഭിപ്രായവും. പ്രത്യേകിച്ച് വരും കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിലപാടുകൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അവിടെ മനുഷ്യൻ എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്, ആ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെ കൃത്യമായി പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തന്നെയാവും ജൻസിയും തിരഞ്ഞെടുക്കുക. അഭിമന്യു തുടർ ഭരണമാണോ ഭരണമാറ്റമാണോ പ്രതീക്ഷിക്കുന്നത്? അഭിമന്യുടെ വോട്ട് എന്തിനായിരിക്കും? തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നത് തുടർ ഭരണമാണ്. മൂന്നാമതൊരു ടൈം കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഇനിയും ഒരു വലിയ പ്രോസസ്സായി, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി തുടർന്നു പോകേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ഈ പറയുന്ന ജൻസികളുടെ ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ശരി.